ഹായ് ഫ്രണ്ട്സ്, നീലക്കുറിഞ്ഞി പൂത്തത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്താണ് നമ്മൾ പറയാനുള്ളത്. വാഴവരയ്ക്ക് മുകളിലായിട്ട് കൗന്തി എന്ന് പറയുന്ന സ്ഥലത്ത് കുരിശുമലയില്ല, അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂത്തത് കാണാം. ഒരുപാട് പൂത്തിട്ടൊന്നുമില്ല, ബാക്കിയെല്ലാം മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പൂക്കാൻ ഇനി സമയമെടുക്കും, കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് പൂത്തതാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. ഇതെല്ലാം മൊട്ട ആവുള്ളൂ. അതുകൊണ്ട് അധികമൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് മുട്ടയ്ക്ക് വിട്ട് വരുന്നുള്ളൂ. അതുപോലെ ഇത് അതുകൊണ്ട് കുറച്ചൊക്കെ മാത്രമേ പൂക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ മൊട്ടിട്ട് നിൽക്കുവാണ്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ കുറേയൊക്കെ പൂത്തതുമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ മുട്ട ഇട്ടതേ ഉള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടിട്ടുണ്ട്. പക്ഷേ പൂ വളരെ കുറവാണ്. ഉണ്ടോ, ഒരുപാടൊന്നുമില്ല, കുറേയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ കഴിഞ്ഞൊക്കെയാണ്. ഇതുണ്ട്, ഇത് അത്യാവശ്യം പൂത്തിട്ടുണ്ട്. നമ്മളിത് ശരിക്കും പൂത്തതാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ നമ്മുടെ നല്ല നീല നിറത്തിൽ ലാവൻഡർ കളറിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കും. പക്ഷെ അത് ശരിക്കും ഒന്നും പൂത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് നമ്മൾ വാഴവരയുടെ മുകളിലേക്ക് കയറി സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ ഇത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എണ്ണം കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരണം. അതുകൊണ്ട് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതും കണ്ടോ, മുട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വേണ്ടില്ലേ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സീനറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി എല്ലാ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നേരം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് നിറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ജലാശയം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് പിന്നെ സൗട്ടൊക്കെ നോക്കിയാൽ ഭയങ്കര പുൽമേടുകളാണ് കേട്ടോ. ആനയുണ്ട് കേട്ടോ. വരുമ്പോൾ സൂക്ഷിച്ച് വരണം. നമ്മൾ വരുന്ന വഴിയിൽ ആനയൊന്നും കണ്ടില്ല, പക്ഷേ ആനപ്പേട്ടൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ട്രെക്കിംഗ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. കാരണം അത്യാവശ്യം ഇച്ചിരി ലെന്തുള്ളൊരു ട്രെക്കിംഗ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇച്ചിരി നീളം കൂടിപ്പോയി. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.